സുഖം തന്നെ പ്രഭു. ദുര്യോധന ജ്യേഷ്ഠൻ ഇരിക്കുന്നത് കണ്ടില്ലേ? ദുര്യോധന, അങ്ങ് വന്ന വിവരം നാം അറിഞ്ഞില്ല. ഒന്ന് മയങ്ങി കണ്ടതോ അർജുനനെ. അങ്ങ് വന്ന വിവരം പറയുമായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടേനെ. അതിന്റെ ആവശ്യമില്ല കൃഷ്ണ. യുദ്ധത്തിൽ അവിടുന്ന് പാണ്ഡവർക്കൊപ്പമാണെന്ന് എനിക്കറിയാം. അതിനാൽ അക്ഷോണിപ്പടയിൽ നാരായണസേന അങ്ങേക്ക് തരണം. ആവട്ടെ, എടുത്തുകൊള്ളൂ എന്റെ സേനയെ. വിജയം നമുക്ക് സുനിശ്ചിതം. അല്ലയോ അർജുന, എന്താണ് നിന്റെ ആവശ്യം പറഞ്ഞാൽ? അല്ലയോ ഗോവിന്ദ, ഞാൻ ഒരു പടയ്ക്ക് വേണ്ടിയും വന്നതല്ല. ഒരു പടയിലും എനിക്ക് താല്പര്യവുമില്ല. മറിച്ച് ഒന്നുണ്ട്. എന്താണ്? അങ്ങ് ഞങ്ങളുടെ കൂടെ നിൽക്കണം. അതാണ് എൻ്റെ ആവശ്യം. നിരായുധനായ എന്നെ കിട്ടിയിട്ട് എന്ത് പ്രയോജനം ധനഞ്ജയ? ഒരു തേരാളിയായി അങ്ങ് എൻ്റെ കൂടെ വേണം പ്രഭു. വെറും തേരാളിയായി? അതെ, ചെമ്മട്ടിക്കടിഞ്ഞാനേന്തി എൻ്റെ തേർത്തട്ടിനരികിൽ അങ്ങ് ഇരുന്നാൽ മതി ഭഗവാൻ. ഭാരതവർഷം മുഴുവൻ ഉഴുതുമറിച്ച് പാപിഷ്ടരായ ക്ഷത്രിയരുടെ രക്തം കൊണ്ട് ഭൂമിദേവിക്ക് തിലകം ചാർത്തുന്നു. ഈയുള്ളവന്റെ തേരാളിയായി, ഈ പാർത്ഥന്റെ സാരഥിയായി, പാർത്ഥസാരഥിയായി വന്നാലും പ്രഭു. പാർത്ഥസാരഥി?